മഴ തോരും മുമ്പിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗംഗേട്ടനും ശിവേട്ടനും കൂടി എന്തായാലും നമുക്ക് അലീന പോയ കാര്യം വൈജയന്തിയോട് പറയാമെന്ന് പറയും. അതിന് മുന്നേ കമല പോയിട്ടുണ്ടല്ലോ, അവരാഘോഷിക്കട്ടെ, അവരാഘോഷിച്ചിട്ട് വരട്ടെ, അതിന് ശേഷം നമുക്ക് പറയാമെന്ന് പറയും. അതെ, അത് നടക്കട്ടെ എന്ന് പറയും. അവൾ ഈ സമയത്താണ് എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വൈജയന്തി ഹാളിലൂടെ വരുന്നുണ്ട്. വൈജയ എന്നിങ്ങനെ വിളിക്കും ഗംഗേട്ടൻ. എന്താന്ന് ചോദിക്കും. അലീന പോയത് നീ അറിഞ്ഞല്ലോ? ആ, പോയി എന്ന് പറയുന്നുണ്ട്. വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഏത് നിമിഷം അവൾ വന്നൂടാന്നൊന്നും പറയാൻ പറ്റില്ല. അവൾ അങ്ങനെ വരുന്നവളൊന്നല്ല. അവൾ അങ്ങനെ വാക്കിന് വ്യവസ്ഥയില്ലാത്തവളല്ല. അവൾ പോയില്ലേ, ഇനി നിനക്ക് അങ്ങോട്ട് പൊക്കൂടെ എന്ന് ചോദിക്കും. ആ, വരട്ടെ, 2 ദിവസം കൂടി കഴിയട്ടെ, അവൾ അങ്ങോട്ട് വന്നാലോ എന്ന് പറയും. അവൾക്ക് വേറെ പോകണോടത്ത് സുഖം പിടിക്കൂല, ഇവിടുത്തെ സുഖം എന്ന് പറയും. എന്ത് സുഖമുണ്ട് അവൾ കൂടെ കിട്ടിയിട്ടുള്ളത് എന്ന് ശിവൻ ചോദിക്കും. പറയടി, എന്ത് സുഖമാണ്? നിന്റെ മക്കളെ പൊന്നുപോലെ നോക്കിയതോ, നിന്റെ കുടുംബം ഭംഗിയായി കൊണ്ടുനടന്നതോ എന്ന് ചോദിക്കും. ഓ പിന്നെ മലവും എടുക്കണ പിള്ളേരല്ലേ, എടുക്കേണ്ട പ്രായമുള്ള പിള്ളേരല്ല അവിടെ. ചോറും കഞ്ഞിയും വാരി കൊടുക്കല്ലേ. അവൾ ഇപ്പോൾ ഭയങ്കര അങ്ങോട്ട് പൊക്കി പറയുന്നു. നിങ്ങൾക്കൊക്കെ എന്നാ പറ്റി അവളെ ഇങ്ങനെ ഇതിന് മാത്രം പുകഴ്ത്താന്ന് പറയും. ആ കാര്യം ഉണ്ടെന്ന് അങ്ങോട്ട് കൂട്ടിക്കോടി എന്ന് പറഞ്ഞ് ശിവൻ ദേഷ്യപ്പെടുന്നു. എടി, ബുദ്ധിയുള്ളവളാണെങ്കിൽ ഇപ്പോഴുണ്ട് നീ അവിടെ കയറി പറ്റേണ്ടത്. ഇപ്പോൾ അവിടെ ബാലചന്ദ്രനില്ല. ഇനി നീ ആ വീട്ടിൽ കയറിയാൽ നീ ഇറങ്ങാണ്ട് നോക്കണം. അലീനയുടെ പേരും പറഞ്ഞ് ഇനി നീ ആ വീട്ടിൽ നിന്നിറങ്ങിയാൽ ഇനി നിനക്ക് ഒരിക്കലും കയറാൻ പറ്റില്ല. വേണമെന്നുണ്ടെങ്കിൽ ബുദ്ധിയുള്ളവളാണെങ്കിൽ നീ ഇപ്പം അങ്ങോട്ട് കയറി പറ്റടേ എന്ന് പറയും. അത് നല്ല ഐഡിയ എന്ന് വൈജയന്തിക്ക് തോന്നും. അങ്ങനെ വൈജയന്തി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നു. അതിന് ശേഷം ബബിതനൊന്ന് വിളിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഫോൺ ബബിത എടുക്കില്ല. രണ്ടാമത് വിളിച്ചപ്പോൾ നിൻ്റെ കൈ ഒടിഞ്ഞിരിക്കേണ്ടി നീ എന്നാടി ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കും. ആ, എനിക്ക് സൗകര്യമില്ല, എന്താ കാര്യം വിളിച്ചതെന്ന് ചോദിക്കും. ഓ, നീ വിഷമിച്ചിരിക്കായിരിക്കുമല്ലോ, നിൻ്റെ ചേച്ചി നാട് വിട്ടല്ലേ എന്ന് പറയും. ആ അതെ എന്ന് പറയും. അവൾ പോയാൽ നീ എന്തിനണ്ടി മൂങ്ങണേന്ന് ചോദിക്കും. കുടുംബം അമ്മയും അച്ഛൻ്റെ കുടുംബമൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്നല്ല അവൾക്ക് ആഗ്രഹം. ആ വേലക്കാരി പോയാൽ വിഷമം. അമ്മയ്ക്ക് ഇത് പറയാനാണ് നേരാകുമ്പോൾ എന്ത് ചോദിക്കാനാണ് വിളിച്ചത്. ഇതുകൊണ്ട് തന്നെയാണ് അമ്മ ഫോൺ വിളിച്ചാൽ ഞാൻ എടുക്കാത്തത്. എന്ത് പറഞ്ഞാലും ഈ മുടന്ത ന്യായങ്ങളും മുട്ട് ന്യായങ്ങളും ഒരു ജാതി കോനിഷ്ഠ വർത്താനങ്ങളും പറയുള്ളൂ. എനിക്കത് കേൾക്കണത് ഇഷ്ടമില്ല എന്ന് പറയും. ഓ, നീയൊക്കെ ഇപ്പോൾ അവളുടെ പോലെ മാലാഖയായില്ലേ എന്ന് പറയും. അതെ, നീയൊക്കെ എന്ന് തുടങ്ങിയിട്ട് എന്നോട് എതിർക്കാൻ തുടങ്ങിയത്? എന്ന് തുടങ്ങിയായാലും അലീന ചേച്ചി ഞങ്ങൾക്ക് നല്ലത് മാത്രം ചൂണ്ടിക്കാട്ടി തന്നിട്ടുള്ളൂ. കൊള്ളില്ലാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖം തിരിക്കാനും അത് ചെയ്യരുതെന്ന് പറയാനും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് അമ്മനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും. അവൾ എവിടേക്കേണ്ടി പോയത്? ആ, കുളത്തുപുഴ എന്ന് പറഞ്ഞ സ്ഥലം എന്നാ പറയുന്നത് കേട്ടേന്ന് പറയും. അമ്മ അല്ല, ഇതൊക്കെ ചോദിക്കാൻ അമ്മ എന്തിനാ ചോദിക്കണേ? അമ്മയ്ക്ക് ഇതിലൊക്കെ ചോദിക്കാൻ എന്ത് അർഹതയുള്ളതെന്ന് ചോദിക്കും. അമ്മയുടെ ശത്രു പോയില്ലേ, പിന്നെ ഇനിയിപ്പോൾ എനിക്ക് എവിടെ പോയാലും കുഴപ്പമില്ല, ഇനി അങ്ങോട്ട് വരാണ്ടിരുന്നാൽ മതി എന്ന് പറയും. ആ, എന്നാൽ ശരി, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അമ്മ വരുന്നുണ്ടെങ്കിൽ അമ്മയുടെ മുറി ഞാൻ വൃത്തിയാക്കിയിടാം, അത്ര എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. ഓ, അതിനുശേഷം പിന്നെ കമല കയറി വരുന്നുണ്ട്. കമല കയറി വരുമ്പോൾ വൈജയെ, നീ എന്താ പാക്ക് ചെയ്തു ഇത്ര പെട്ടെന്ന്? ആ, പിന്നെ പാക്ക് ചെയ്യണ്ടേ? ഓ, ഇന്ന് നിനക്ക് പോകണ്ടായിരുന്നു എന്ന് പറയും. അതെന്താ കമലേട്ടത്തി, ഞാൻ വന്നപ്പോൾ തുടങ്ങി കമലേട്ടത്തി എന്നോട് പോരെടുക്കണമല്ലോ, വയ്യാന്നും പറഞ്ഞ് കയറി കിടന്നു, അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ്, ഗ്യാസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം വയ്ക്കാണ്ടും എത്ര ദിവസം പോരെടുത്ത്. ഇപ്പോൾ ഞാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്തൊരു വിഷമം. എടി കുട്ടിക്കാളി, നീ അത് അങ്ങനെയാണ് കണ്ടേക്കണത്, അതന്നെ നിൻ്റെ കുഴപ്പം. എടി, ഞാൻ നീ വീട് വന്നത് കൊണ്ട് പിണങ്ങി എന്നുള്ളത് സത്യം തന്നെ. അത് നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. അത്ര നല്ലൊരു വീടും കുടുംബവും അവളെ ഏൽപ്പിച്ചിട്ട് നീ അവിടെ നിന്ന് ഇറങ്ങിയില്ലേ, അത് നിൻ്റെ സ്ഥാനമല്ലേ അവൾക്ക് കൊടുത്തു പോകുന്നത്. ആ ഒരു ദേഷ്യമായിരുന്നു എനിക്ക് എന്ന് പറയും. നീ അത് ഇങ്ങനെയല്ല കണ്ടേന്ന് പറയും. ആ, അവള് ഇപ്പം എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയില്ലേ എന്ന് പറയും. എൻ്റെ വീടും കുടുംബമൊക്കെ ഞാൻ പിടിച്ചെടുത്തോണ്ട് ഇനി ചിലരും ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടിരാണ്ടിരുന്നാൽ മതി എന്ന് പറയും. അത് എനിക്കിട്ടൊന്ന് വെച്ചാലുള്ള വൈജയ എന്ന് പറയും. അതെ, ഞാൻ ഊതിയതും വെച്ചതൊന്നുമല്ല, ഞാൻ സത്യം പറഞ്ഞതാന്ന് പറയും. ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റാണ്ട് നോക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് അവളെ നിങ്ങളുടെ മോൻ കെട്ടിക്കൊണ്ട് വരുന്നുണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയും. എൻ്റെ ജീവനുണ്ടെങ്കിൽ നടക്കില്ല എന്ന് ഞാൻ ശിവേട്ടനോടും മനുവിനോടും പറഞ്ഞിട്ടുണ്ട്. ആ, അങ്ങനെ ആയാൽ കൊള്ളാം, അതൊക്കെ വെറുതെ എന്നറിയും. കമലടുത്തേക്ക് ഒന്നും ഇതിലൊരു വോയിസും ഇല്ല, ഒക്കെ തീരുമാനിക്കുന്നത് അവനാണെന്ന് പറയും. നടക്കില്ല, ആ ആഗ്രഹം നടക്കില്ല, നശിച്ചവൾ ഇതോടുകൂടി പോയാൽ മതിയായിരുന്നു. ഓ, അവൾ വന്നു കയറിയോടുകൂടി നിൻ്റെ കുടുംബവും ഈ കുടുംബവും ഒക്കെ തകർന്ന്. ആ ഒരു ദേഷ്യവും വൈരാഗ്യമൊക്കെ ആയിരുന്നു എനിക്കെന്ന് പറയും. എന്തായാലും നീ പോകാൻ റെഡി ആയാലേ, എന്നാൽ പിന്നെ നീ പൊക്കോ എന്ന് പറയും. ആ, അപ്പോൾ കമലത്തിൻ്റെ മുഖം വീണ്ടും മാറി. എന്തായാലും വൈകിയ പോകല്ലേ കമലടുത്ത് എന്ന് പറയും. എന്തായാലും ഞാൻ പോകല്ലേ, എനിക്കൊരു ചായ തരുമോ എന്ന് ചോദിക്കും. ചായയോ എന്ന് ചോദിക്കും. അതെ, ഞാൻ ഗ്യാസ് ഉണ്ടോ നോക്കട്ടെ. ചെല്ല്, ഗ്യാസ് ഉണ്ടെങ്കിൽ മതി എന്ന് പറയും. അങ്ങനെ കമല അവിടുന്ന് പോകും. വൈജയന്തി ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും കമലടുത്തേക്ക് സന്തോഷമായി. കാരണം വൈജയന്തിയുടെ ശല്യം എന്നേക്കുമായി ഒഴിഞ്ഞല്ലോ. അതിനിടയ്ക്ക് കൃഷ്ണമോള് ബബിര മുറിയിലേക്ക് വരുന്നുണ്ട്. ബബിര മുറിയിൽ വരുമ്പോൾ
ബബിത വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ. എന്നിട്ട് കൃഷ്ണമോൾ ഒന്നും മിണ്ടാണ്ട് വിഷമത്തോടെ തിരിച്ചു പോകും. പിന്നെ കാണിക്കുന്നത് വൈജയന്തി സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായൊക്കെ അണിഞ്ഞൊരുങ്ങി നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലണം. മുത്തശ്ശിയോട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് യാത്ര പറയണ്ടേ. അങ്ങനെ മുത്തശ്ശി കിടക്കണ്. അമ്മ എന്ന് വിളിക്കും. എന്താടി എന്ന് ചോദിക്കും. അതിനൊന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചേന്ന് പറയും. അമ്മയ്ക്ക് ഇങ്ങനെ 24 മണിക്കൂറും കിടക്കേണ്ട വല്ല കാര്യമുണ്ട്. ആ ഹാളിലൊക്കെ പോയിരുന്നൂടെ? അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ പറയും അമ്മ എന്തിനീ വയ്യാത്തോടത്ത് നടക്കുന്നത്, എവിടെയെങ്കിലും പോയി കിടന്നൂടെ എന്ന് ചോദിക്കുന്നു പറയും. അത് ആവശ്യമില്ലാത്തോടത്തേക്ക് വലിഞ്ഞു കയറി ചെല്ലുമ്പോഴല്ല അവർ അങ്ങനെ പറയുന്നത്. അമ്മയ്ക്ക് ഹാളിൽ ചെന്നിരിക്കാം, ടി വി കാണാം, സിറ്റ് ഔട്ടിൽ നടക്കാം, അതൊക്കെ ആയില്ലേ എന്ന് പറയും. ആ അത് എന്ത് കാര്യം, മിണ്ടാനും പറയാനും ആരുമില്ലാണ്ട് വെറുതെ അവിടെ ഇവിടെയൊക്കെ നടന്നിട്ട് എന്താ കാര്യം, അതിനേക്കാൾ നല്ലത് ഇവിടെ തന്നെ കിടക്കണതാണ് ചുരുണ്ട് കൂടി എന്ന് പറയും. ആ അമ്മനോട് ഞാനൊരു കാര്യം പറയാൻ വന്നതെന്ന് പറയും. എന്താന്ന് പറയും. ഞാൻ തിരിച്ചു പോകണമെന്ന് പറയും. തിരിച്ചു പോകണോ? എവിടേക്ക്? കടപ്പാട്ടൂർക്ക്. അതെന്താന്ന് ചോദിക്കും. ആ നശിച്ചോളാ കുടുംബത്തിൽ നിന്ന് പോയില്ലേ, ഇനി എനിക്ക് അങ്ങോട്ട് പോകാമല്ലോ പറയും. ഓ അങ്ങനെ. അവളിനി തിരിച്ചു വരുമോ എന്നറിയില്ല എന്ന് പറയും. അവൾ തിരിച്ചു വരില്ല, അവൾ എന്നോട് യാത്ര പറഞ്ഞിട്ടാണ് പോയത്, അവൾ അന്തസ്സും അഭിമാനമുള്ളവളാണെന്ന് പറയും. അപ്പോൾ ബബിതോട് വൈജയന്തി പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, വരുന്ന സമയത്ത് അലീനയുടെ എന്തെങ്കിലും ഒരു സാധനം ഞാൻ അവിടെ കണ്ടാൽ കത്തിച്ച് കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ തിരിച്ച് വന്നാൽ കുടുംബത്തേക്ക് കയറ്റൂല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാക്ക് തന്നെ മുത്തശ്ശിയോടും പറയുന്നു. അവളെ സാധനങ്ങൾ അവിടെ വല്ലതുണ്ടെങ്കിൽ ഞാൻ കത്തിച്ച് കളയും, ഇനി അവളെ ഞാൻ ആ കുടുംബത്തിൽ കയറ്റൂല എന്ന് പറയും. എടി അവൾ എന്ത് ദ്രോഹമുണ്ട് നിന്നോട് നിനക്ക് ചെയ്തു തന്നത്? നിൻ്റെ മക്കളെ നന്നായി നോക്കിയതോ, നിൻ്റെ ഭർത്താവിനെ നന്നായി നോക്കിയതോ, നിൻ്റെ കുടുംബം നന്നായി നോക്കിയതോ എന്നൊക്കെ പറയും. അവൾ ആ വീട്ടിൽ വന്നതോടുകൂടി ചില്ലറ കണ്ണീരല്ല എൻ്റെ ഒഴുക്കിയിട്ടുള്ളത്. അതിനൊക്കെ അവൾ അനുഭവിക്കും എന്ന് പറയും. അവൾ എവിടേക്കാണ് പോയെന്ന് പറഞ്ഞു നോക്കും. ആ കുളത്തൂപ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്നാണ് പറഞ്ഞത്. അവൾ എവിടെയെങ്കിലും പോട്ടെ, ശാപം നശിച്ചോളൂ എന്ന് പറയും. നീ അവളെ ഇത്ര പ്രാവിയിട്ടും കാര്യമില്ലടി, അതൊക്കെ നിനക്ക് തട്ടുള്ളൂ എന്ന് പറയും. അമ്മയ്ക്ക് എന്താ അവളോട് ഇത്ര ഇഷ്ടം? അമ്മയ്ക്ക് മാത്രമല്ലല്ലോ ഇവിടുത്തെ ആണുങ്ങൾക്കും എല്ലാവർക്കും അവളോട് താല്പര്യം. അതെടി എന്നെയും കമലത്തിനെ മാത്രം അവൾക്ക് വശീകരിക്കാൻ പറ്റിയില്ല, ബാക്കി എല്ലാവരും അവൾ വശീകരിച്ചു എന്ന് പറയും. അത് ശരിയാടി വൈജയ, വിഷത്തിൽ എത്ര പാലൊഴിച്ചിട്ടും കാര്യമില്ല എന്ന് പറയും. അത് അമ്മ എന്നെയാണ് ഉദ്ദേശിച്ചത്. ആരാണ് വിഷം? അവരെന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് പറയും. അവളൊന്ന് അറിഞ്ഞ് ശപിച്ചാലുണ്ടല്ല നീ മുടിഞ്ഞു പോകുമെന്ന് പറയും. അമ്മ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ കിടന്ന് പറയണേന്ന് ചോദിക്കും. അവൾ പോണ പോക്കിൽ എനിക്ക് ഇട്ടിട്ട് ഒരു അടി തന്നിട്ടാണ് പോയിട്ടുള്ളതെന്ന് പറയും. എന്ത്? അവൾ എന്നോട് ചോദിക്കണേ 22 വർഷങ്ങൾക്ക് മുന്നേ ഒരു ജീവിതം ജീവിച്ചില്ലേന്ന് ആഗ്രയിൽ വെച്ചിട്ട്. അവളത് എങ്ങനെ അറിഞ്ഞു? ഞാൻ ആകെ അങ്ങോട്ട് ഞെട്ടിപ്പോയി. അമ്മ പറഞ്ഞു കൊടുത്താന്നറിയും. ഞാനൊരു അക്ഷരം വേണ്ടിയിട്ടില്ലടി എന്ന് പറയും. പിന്നെ അവളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ സഹോദരന്മാർ പറഞ്ഞിട്ടുണ്ടാവോ? അവരങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു ചതി ചെയ്യില്ലല്ലോ എന്ന് പറയും. അവളങ്ങനെ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാകമുണ്ടെന്ന് പറയും. അവളെന്തായാലും ബാലേന്ദ്രനോട് അത് പറഞ്ഞിട്ടുണ്ടാവില്ലല്ലേ അമ്മയെന്ന് പറയും. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ ഓടി വന്നേനല്ലേ വഴക്കുണ്ടാക്കാനും ഡിവോഴ്സ് ചോദിച്ചു എന്ന് പറയും. അവളത് പറഞ്ഞിട്ടില്ലെങ്കിലേ അവളെ നല്ല മനസ്സിനെ നീ പൂവിട്ട് പൂജിച്ചോ എന്ന് പറയും. പിന്നെ എനിക്കതല്ല പണി, എന്തായാലും പോയല്ലോ നാശം ശവം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതെ, പോയിന്ന് വിചാരിച്ച് നീ പേടിക്കാന്ന് അഹങ്കരിക്കേണ്ട. അവർ തമ്മിൽ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ ഇനി വെള്ളച്ചിലെടുത്താലും നിൻ്റെ അഹങ്കാരം ഒതുക്കി നീ കടപ്പാട്ടൂർ നല്ല ഭാര്യയും നല്ല അമ്മയായിട്ടും ജീവിച്ചില്ലെങ്കിൽ അവൾ ഫോണിൽ കൂടെ ബാലചന്ദ്രൻ്റെ സത്യങ്ങളെല്ലാം അറിയിക്കും. അപ്പം പിന്നെ ഇനി നീ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ വൈജയൻ, നിൻ്റെ ജീവിതം അതോടുകൂടി കുളം തോണ്ടും. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നീ ഇപ്പോൾ പോണ പോകിൽ നല്ല രീതിയിൽ നല്ലൊരു അമ്മയും ഭാര്യയായിട്ട് നിനക്ക് ജീവിക്കാൻ തരണ്ടെങ്കിൽ മാത്രം നീ അങ്ങോട്ട് പോയാൽ മതി. അല്ലെങ്കിൽ അലീന കഴിഞ്ഞു പോയ കാര്യങ്ങൾ അവൾക്ക് അറിയാം, എന്തായാലും അവൾക്ക് എല്ലാം അറിയാമെന്ന് മനസ്സിലായല്ലോ. ആ അറിഞ്ഞ സത്യങ്ങളൊക്കെ അവൾ ബാലചന്ദ്രനെ മക്കളെ അറിയിക്കും. ഇപ്പം അവൾ പോയിട്ടുള്ളത് അവൾക്ക് വേണമെങ്കിൽ നിന്നെ വിരൽ ചൂണ്ടി നിർത്തിയിട്ട് ചൂണ്ടുവിരലുമ്പോൾ നിർത്തിയിട്ട് അവൾക്ക് കടപ്പാട്ടൂർ നിൽക്കായിരുന്നു മര്യാദയ്ക്ക്, അല്ലെങ്കിൽ ബാലേന്ദ്രനോട് എല്ലാം പറയുമെന്ന് പറഞ്ഞിട്ട് അവൾ നിന്നെ ഭീഷണിപ്പെടുത്തി നിന്നില്ലല്ലോ. അവൾ സ്വയം ഒഴിഞ്ഞു പോവുകയല്ലേ ചെയ്തത് നിൻ്റെ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ട്. അത് നീ ഓർമ്മയിൽ വെച്ച വൈജയെന്ന് പറയുമ്പോൾ വൈജയന്തി ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നതോടെയാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.